ഹലോ ഗൈസ്, വെൽക്കം ടു മെല്ലക് എഫ്സെറ്റ്. ഇന്ന് നമ്മൾ വോക്ക് അറൗണ്ട് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായി സാന്റാ ഫെ ആണ്. ഇത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലല്ല, ഹൈബ്രിഡ് മോഡലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ. സോ നമ്മൾ വോക്ക് അറൗണ്ട് ചെയ്യാൻ പോവാണ്. ഇത് 2019 തൊട്ട് 2023 വരെ ഇറങ്ങിയ മോഡലാണ്. അത് കഴിഞ്ഞിട്ട് ഈ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് സാന്റാ ഫെ ഇറങ്ങി. ഇതാണ് വണ്ടിയുടെ ലുക്സ്. ഇതൊരു SUV ആണ്, ഒരു ഫുൾ സൈസ് SUV എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആണെന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. ഇതാണ് ഫ്രണ്ടിലെ DRLs. ഇതിൻ്റെ അടിയിലായിട്ടാണ് ഹെഡ് ലൈറ്റ് വന്നേക്കുന്നത്. ഇതവിടെ വെൻ്റ് ഉണ്ട്. ഇതെല്ലാം ഫങ്ഷണൽ വെൻസാണ്. ഇവിടെ ഹ്യുണ്ടായിയുടെ ലോഗോ. ഇത് ഇവിടെ 360 ഡിഗ്രി ക്യാമറ, പിന്നെ അതിൻ്റെ അകത്തൊരു ക്യാമറയുണ്ട്, പിന്നെ കുറച്ച് സെൻസേഴ്സും ഉണ്ട്. അങ്ങനെയാണ് ഈ വണ്ടിയുടെ ലുക്സ്. അടിയിൽ റെഡാറും ഉണ്ട്. സോ സൈഡ് പ്രൊഫൈലിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്കൊരു 20 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. മിററിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇവിടെയും ഒരു ക്യാമറയുണ്ട്. ഇതാണ് വണ്ടിയുടെ അത്യാവശ്യം നല്ല ബിഗ് ആയിട്ടുള്ള വണ്ടിയാണ്. ആൻഡ് ദിസ് ഈസ് ഇൻറ്റീരിയർ. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇൻറ്റീരിയേഴ്സ്. അത്യാവശ്യം നമുക്കൊരു വലിയ ടച്ച് സ്ക്രീനും വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് അത്യാവശ്യം എല്ലാ ഫങ്ഷണാലിറ്റീസും ഉണ്ട്. പിന്നെ കുറേ സ്വിച്ചസ് ഉണ്ട്. ഗിയർ സെലക്ട് ചെയ്യുന്നത് സ്വിച്ചിലാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ടെറൈൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതൊരു 7 സീറ്ററാണ്. ബാക്കിൽ ടിൻറ്റഡ് ആണ്. അധികം പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഇതാണ് ബാക്ക് എന്നുള്ള വ്യൂ. അത്യാവശ്യം വളരെ നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇവിടെ ഹ്യുണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഗോ. പിന്നെ അത് ഇവിടെയും ക്യാമറയുണ്ട്. ഇവിടെ ഇരിക്കും. ഈ സൈഡിലോട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ സാന്റാ ഫെ എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് ഇവിടെ എക്സ്ട്രാക്ക് ചെയ്ത് ഓൾ വീൽ ഡ്രൈവ് ആണ്. സോ അതുകൊണ്ട് എക്സ്ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഡോർ അടഞ്ഞിട്ടില്ല തോന്നുന്നു. അടഞ്ഞിട്ടില്ല. അത് ആരെങ്കിലും ഒന്ന് അടച്ചോളൂ, സമയമുണ്ട്. ഇതാണ് ഈസിൻ്റെ പ്രശ്നം. അപ്പം അതൊക്കെയാണ് വണ്ടിയുടെ വോക്ക് അറൗണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അണ്ടർ ദ ഹുഡ് നമുക്കൊരു 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. പക്ഷേ അത് EUവിലധികം ഫേമസ് ആയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഒരു 1.6 ലിറ്റർ പ്ലഗ് ഇൻ ഹൈബ്രിഡ് പെട്രോളും 1.6 ലിറ്റർ നോർമൽ ഹൈബ്രിഡ് പെട്രോളാണ് വരുന്നത്. ഡീസൽ എഞ്ചിന് ഒരു 200 PS പവറും 1.6 ലിറ്റർ നോർമൽ ഹൈബ്രിഡിന് ഒരു 230 to 240 PS പവറും 1.6 ലിറ്റർ പ്ലഗ് ഇൻ ഹൈബ്രിഡിന് 265 PS പവറാണ് വരുന്നത്. അതാണ് ഇവയുടെ പവർ ഫിഗേഴ്സ്. പിന്നെ 0 to 100 9 അല്ലെങ്കിൽ 8.6 സെക്കൻഡ്സിലൊക്കെയാണ് വണ്ടി എത്തുന്നത്. ടോപ്പ് സ്പീഡ് ഒരു 200 ഹിറ്റ് ചെയ്യുന്നതാണ് ഞാൻ പേപ്പറിൽ കണ്ടത്. ഐ ഡോണ്ട് നോ.